എന്താ ഇവിടെ ഒരു ബഹളം? അത് പിന്നെ പുതിയ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിലൊരു ബഹളമാണല്ലോ. ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ഷോളും ഉണ്ട്. ഷോളിന് നീളക്കുറവായതുകൊണ്ട് ഞാനത് ബുക്ക് ചെയ്യും. ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഈ കുരിപ്പ് സമ്മതിക്കില്ല. അങ്ങനെ അപ്പുക്കുട്ടനാണെങ്കിൽ മാച്ചിങ് കറുത്ത ചെരുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് എടുക്കുകയാണ്. ഷൂ ഇടാൻ പറഞ്ഞിട്ട് അത് കേട്ടതേ ഇല്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അവിടെ ചെന്നപ്പോഴേ അപ്പുക്കുട്ടനാണെങ്കിൽ ബർഗർ വേണമെന്ന് പറഞ്ഞ് നിപ്പായി. വീട്ടിൽ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ അവന് തൊണ്ടവേദനയാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ചായ കുടിക്കാത്ത എനിക്ക് സീച്ചേട്ടൻ ചായ വാങ്ങിച്ചുകൊണ്ട് തന്നു. നല്ല മധുരം ഉണ്ടായിട്ട് ഞാൻ ആറ്റി ഇരുന്ന് കുടിച്ചു കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞ് ക്ഷീണമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ട്രോളി എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന് വെച്ചാൽ ട്രെയിൻ തപ്പിയുള്ള പോക്കാണ്. അങ്ങനെ ഞാനൊരു ട്രെയിൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിന് വാലില്ല തലയില്ലെന്നും പറഞ്ഞത് ഒഴിവാക്കി അവൻ നടന്നു കേട്ടോ. നേരെ പോയി എടുത്തത് ഈ ബണ്ടിൽ കണക്കിനുള്ള പേപ്പറാണ് കേട്ടോ. അവൻ ഇപ്പൊ പടം വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ബണ്ടിൽ നിറച്ച് അവൻ അത് എടുത്ത് ബാക്ക് കെട്ടി കൊണ്ടിട്ടു. പെൻസിൽ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. കാരണം വീട്ടിൽ ഒരുപാട് പെൻസിലുണ്ട്. അതിനപ്പുറത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചോടിച്ചു വിട്ടു. പൈലറ്റ് പോലെ താഴെ ഇറങ്ങിയിട്ട് ഗ്രേപ്പ് ജ്യൂസ് പോയി എടുത്തു. പർച്ചേസ് ചെയ്യാൻ നമ്മൾ 1 മണിക്കൂർ എടുത്തെങ്കിൽ ബില്ലടിപ്പിക്കാൻ 2 മണിക്കൂർ എടുക്കും കേട്ടോ. അമ്മ അതിന് തിരക്കാണ്. അങ്ങനെ സാധനങ്ങൾക്കെല്ലാം ബില്ലടിച്ചിട്ട് ഞാൻ ഓട്ടായിരുന്നു. കാരണം 10 മണിക്ക് നമുക്ക് സിനിമയുണ്ട് ബറോസ്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വേണം അത് കാണാൻ വേണ്ടി വരാൻ. അങ്ങനെ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അപ്പുക്കുട്ടിന് ചെറിയ പനിയുടെ ലക്ഷണം ഉണ്ടായതുകൊണ്ട് തന്നെ അവന് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തു കൊടുത്താണ് കേട്ടോ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്. കൂടെ ഞാൻ ബെഡ്ഷീറ്റും എടുക്കുന്നുണ്ട്. കാരണം അമ്മ അതിന് തണുപ്പായിരിക്കും അതിന്റെ ഉള്ളിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പുക്കുട്ടിന് ഒരു ചൂട് ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കുറെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അകത്ത് പോയിരുന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ പോപ്കോണിൽ ലയിച്ച് കിടക്കായിരുന്നു. ബറോസ് എന്ന് എഴുതി കാണിച്ചപ്പോൾ കണ്ണാടിക്കുള്ളിൽ കൂടെ നോക്കാൻ നോക്കിയത് സംഭവം ചീറ്റിപ്പോയി. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് നമ്മൾ 1 മണിയായി കേട്ടോ തിരിച്ചിറങ്ങാൻ നേരത്ത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.